സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണക്കുന്നു. രാജ്യത്തെ കർഷകരെ നന്ദിയോടെ സ്മരിക്കുകയാണ്. രാജ്യത്തിന് ഭക്ഷ്യസുരക്ഷ നൽകിയ വിഭാഗം എന്ന നിലയിൽ മാത്രമല്ല, ഇന്ത്യൻ ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുന്നതിൽ വീരോജ്വലമായി പടപൊരുതിയ പടയാളികൾ എന്ന നിലയിൽ കൂടിയാണ് ഞാൻ അവരെ സ്മരിക്കുന്നത്. ഫാസിസത്തിൻ്റെ തരിശുഭൂമിയിൽ കർഷകർ എറിഞ്ഞ സമരവിത്താണ് നൂറുമേനി എങ്കിലും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ത്യൻ പാർലമെൻറ്റിൽ പരിമിതമായ രൂപത്തിൽ വിളഞ്ഞു നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയുടെ നട്ടെല്ലായ കർഷകരോട് എത്ര ക്രൂരമായിട്ടാണ് 10 വർഷക്കാലമായി നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ആവിഷ്കരിച്ചിരുന്ന കാർഷിക നയങ്ങൾ മുഴുവനും അട്ടിമറിച്ച് 1991 നരസിംഹറാവു സർക്കാർ കൊണ്ടുവന്ന പുത്തൻ സാമ്പത്തിക നയമാണ് ഇന്ത്യ രാജ്യത്തെ കാർഷിക പ്രശ്നത്തിൻ്റെ നട്ടെല്ലൊടിച്ചത് എന്ന് നമുക്കെല്ലാം അറിയാം. ആ മാതൃകയാണ് നരേന്ദ്രമോദി പിന്തുടരുന്നത്. ഇത് കാർഷിക നയത്തിൽ മാത്രമല്ല, കോൺഗ്രസ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവലംബിച്ച പല നയങ്ങളിലും നരേന്ദ്രമോദി കോൺഗ്രസിനെ മാതൃകയാക്കി മുന്നോട്ട് പോകുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ ജൂൺ 25 49 വർഷം തികയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടുകൂടി പ്രതിപക്ഷ നേതൃത്വത്തെ മുഴുവനും ജയിലിലടച്ചു. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് ശേഷം കൊണ്ടുവന്ന ആദ്യത്തെ ഭരണഘടനാ ഭേദഗതിയിൽ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പിനെ അസാധുവാക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല എന്ന ഭേദഗതിയാണ് ആദ്യമായി കൊണ്ടുവന്നത്. സുപ്രീം കോടതിയിലെ സീനിയർ ജഡ്ജിമാരെ മുഴുവനും മറികടന്നുകൊണ്ട് ജസ്റ്റിസ് റേ അന്ന് ചീഫ് ജസ്റ്റിസായി നിയമിച്ച കാര്യവും നമ്മുടെയെല്ലാം മുൻപിലുണ്ട്. നാവടക്കൂ പണിയെടുക്കൂ, അതായിരുന്നു ആ കാലത്ത് ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഇന്നലെയാണ് ഇന്ത്യയാണ് ഇന്ദിര എന്ന മുദ്രാവാക്യം AICCയുടെ പ്രസിഡന്റ് തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന കാലഘട്ടമായിരുന്നു എന്നറിയാം. 1,16,806 പേർ അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടവിലിരുന്ന കാലഘട്ടമായിരുന്നു അതെന്നും അറിയാം. ശ്രീമതി ഗാന്ധിയുടെ ഏകാധിപത്യ പ്രവണതകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് അഡീഷണൽ സോളിസിറ്റർ ജനറൽ പദവി ഫാലിസസ് നരിമാൻ രാജിവെക്കുകയുണ്ടായി. റിസർവ് ബാങ്ക് ഉപദേശകനായി തുടരാൻ MS ദന്തേവാല വിസമ്മതിച്ച സന്ദർഭവുമുണ്ടായി. അടിയന്തരാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശിവരാമ കാരന്ത് തനിക്ക് കിട്ടിയ പത്മവിഭൂഷൺ തിരികെ നൽകിയ സന്ദർഭവുമുണ്ടായി. ബഹുമാന്യനായ ജോർജ് ഫെർണാണ്ടസിനെ തെരഞ്ഞുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ പോലീസ് രാജ്യത്ത് മുഴുവനും ചുറ്റിത്തിരയുകയായിരുന്നു. അവസാനം അദ്ദേഹത്തിൻ്റെ സുഹൃത്തും നടിയുമായ സ്നേഹലത റെഡ്ഡിയെ മൃഗീയമായി പീഡിപ്പിച്ചു കൊന്ന സംഭവവും അടിയന്തരാവസ്ഥ കാലത്തുണ്ടായി. ഇനി ഒരിക്കലും ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യം തിരികെ വരില്ല എന്ന അവസ്ഥയായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത് എന്ന് കാണാം. ശ്രീമതി ഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ചുറ്റും അമിതാധികാര പ്രവണതകൾ മുഴുവൻ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. കരുണാകപ്പള്ളി മെമ്പർ നേരത്തെ ഇവിടെ പുകഴ്ത്തലിനെ സംബന്ധിച്ച് വിശേഷിപ്പിക്കുന്നത് കേട്ടു. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ സഞ്ജയ് ഗാന്ധിയെ പുകഴ്ത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാർ എന്തെല്ലാം ചെയ്തുവെന്ന് പഴയ ചരിത്രം അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. സഞ്ജയ് ഗാന്ധിയുടെ അപ്രീതിക്ക് വിധേയനായ IK ഗുജറാളിനെ വാർത്താ വിതരണ വകുപ്പ് മന്ത്രിസ്ഥാനത്ത് നീക്കം ചെയ്തു. സഞ്ജയ് ഗാന്ധിയുടെ പെട്ടിയെടുപ്പുകാരായ VC ശുക്ലയെയും ബൻസിലാലിനെയും സുപ്രധാന പദവികൾ ലഭിച്ചു. ഇതും അടിയന്തരാവസ്ഥ കാലത്ത് നാം കണ്ടതാണ്. ഇങ്ങനെ ഓൾ ഇന്ത്യ റേഡിയോവിൽ മുഴുവനും സഞ്ജയ് ഗീതം മാത്രമേ അക്കാലത്തുണ്ടായിരുന്നുള്ളൂ എന്ന വസ്തുതയും നാം മനസ്സിലാക്കേണ്ടതാണ്. ലക്നൗ വിമാനത്താവളത്തിൽ ശ്രീമാൻ സഞ്ജയ് ഗാന്ധി വന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെരുപ്പൽപ്പം തെന്നിപ്പോയി. സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ആ ചെരുപ്പ് എടുത്തു കൊണ്ടുപോയി കൊടുത്തത് എന്ന ലജ്ജാകരമായ അവസ്ഥയും ആ കാലത്ത് ഇന്ത്യൻ ജനത കാണുകയുണ്ടായി. രാജ്യത്തിൻ്റെ ക്ഷേമത്തിനായി ശ്രീമതി ഗാന്ധി 20 പരിപാടി പ്രഖ്യാപിച്ചു. മകൻ്റെ 5 പരിപാടിയും ഉണ്ടായിരുന്നു. അതായിരുന്നു ആ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണവും പരിപാടികളും എന്ന് കാണാം. ശ്രീമാൻ നരേന്ദ്രമോദി കാർഷിക നയം മാത്രമല്ല കോൺഗ്രസിനെ പിന്തുടർന്നത്. ഉത്തർപ്രദേശിൽ നിന്ന് തുടങ്ങി ഡൽഹിയിൽ ഇപ്പോൾ അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ
ബുൾഡോസർ ഭരണം, ആ ബുൾഡോസർ ഭരണത്തിന്റെ മാതൃകയും കോൺഗ്രസ് ആണ് അടിയന്തരാവസ്ഥ കാലത്താണെന്നറിയാം. സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ തുർക്മാൻ ഗേറ്റിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുകയും എതിർത്തവരെ മുഴുവനും വെടിവെക്കുകയും 100-ലധികം പേർ മരണപ്പെടുകയും ചെയ്ത സംഭവമുണ്ടായി. യഥാർത്ഥത്തിൽ ആ മാതൃകയാണ് നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത് എന്ന് കാണാം. 1977 അടിയന്തരാവസ്ഥയിൽ അയവ് വരുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് തുർക്മാൻ ഗേറ്റിലെ കുടിയൊഴിപ്പിക്കലും ബുൾഡോസർ ഭരണവും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു. അക്കാലത്ത് മുസ്ലിം ലീഗിന്റെ ചില നേതാക്കന്മാർ തുർക്മാൻ ഗേറ്റ് അങ്ങ് തുർക്കിയിലാണ് എന്ന് പ്രസംഗിച്ച കാര്യം ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ്. ആ രൂപത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതാ നരേന്ദ്രമോദി മറ്റൊരു കാര്യം കൂടി കോൺഗ്രസിനെ മാതൃകയാക്കാൻ പോകുന്നു. ഇന്ത്യ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി എന്ത് തുടരാൻ പോകുന്നു എന്ന് നമ്മൾ കാണാൻ പോകുകയാണ്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് നിർബന്ധ വന്ധ്യംകരണ നടപടികൾ ശ്രീമാൻ സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്ത് ആരംഭിച്ചത്. 80 ലക്ഷം പേരെയാണ് വന്ധ്യംകരിച്ചത്. യുവാക്കളും യുവതികളും ഉൾപ്പെടെയുള്ളവർ അതിന് വിധേയമായി എന്നതാണ് വസ്തുത. ആ മാതൃക നരേന്ദ്രമോദി നാളെ ആരംഭിച്ചാൽ അത്ഭുതപ്പെടാനില്ല. ഇതിനെല്ലാം മാതൃക കോൺഗ്രസ് ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. വന്ധ്യംകരണത്തിന് പണം കണ്ടെത്തുന്നതിന് വേണ്ടി മഹാഗായകനായ കിഷോർ കുമാറിനോട് സഞ്ജയ് ഗാന്ധി ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആജ്ഞാപിച്ചു. അദ്ദേഹം അത് സ്നേഹപൂർവ്വം നിരസിച്ചു. അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഓൾ ഇന്ത്യ റേഡിയോവിൽ ഒരു ഘട്ടത്തിലും പിന്നീട് പ്രക്ഷേപണം ചെയ്യാറുണ്ടായിരുന്നില്ല. ആ രൂപത്തിലുള്ള നടപടികളാണ് ആ കാലത്ത് നടന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ അടിയന്തരാവസ്ഥ കാലത്ത് ലക്ഷക്കണക്കിന് പാവപ്പെട്ട ജനങ്ങളെ മുഴുവനും തെരുവാധാരമാക്കി മുന്നോട്ട് പോയതിന്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നുണ്ട്. ആ സ്മരണകളുടെ 49 വർഷം പൂർത്തിയാകുന്ന ഘട്ടം കൂടിയാണ് എന്ന് നാം കാണേണ്ടതാണ്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ സഖാവ് പിണറായിയെ അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിൽ കൊണ്ടുപോയി കാല് തല്ലിയൊടിച്ചത് ആ കാലഘട്ടത്തിലായിരുന്നു എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ഇങ്ങനെ പീഡനത്തിൻ്റെയും ക്രൂരതയുടെയും എല്ലാ അവകാശങ്ങളുടെയും നിഷേധത്തിൻ്റെ കാലഘട്ടമായിരുന്നു എന്നറിയാം. അടിയന്തരാവസ്ഥ എന്ന ഭീകരമായ ഒരു കാലഘട്ടം വന്നപ്പോൾ ഒരു മഹാപ്രളയം വന്നു കഴിഞ്ഞാൽ പ്രളയത്തിൽ കുടുങ്ങിയ ജീവജാലങ്ങൾ മുഴുവനും കാണുന്ന തുരുത്തിൽ രക്ഷ നേടും. അവിടെ കീരിയുമുണ്ടാകും, പാമ്പുമുണ്ടാകും, തേളുമുണ്ടാകും, മറ്റ് ജീവജാലങ്ങളും ഉണ്ടാകും. ആ അവസ്ഥയായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ. അടിയന്തരാവസ്ഥയെ വലിച്ചു താഴത്തിറക്കുന്നതിന് വേണ്ടി ആരൊക്കെ സഹായിക്കുമോ അവരെയെല്ലാം യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനവും ഇന്ത്യ രാജ്യത്ത് സ്വീകരിച്ചത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അന്ന് ആ രൂപത്തിലുള്ള നിലപാടുകളാണ് അന്ന് സ്വീകരിച്ച് മുന്നോട്ട് പോയത്. ഇനിയും അത്തരമൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ജനാധിപത്യ വിശ്വാസികൾ ഇപ്പോൾ കൂടിച്ചേർന്നതുപോലെ തന്നെ അന്ന് ഞങ്ങൾ കോൺഗ്രസിനെ നഖശികാന്തം എതിർക്കുന്നവരാണല്ലോ. പക്ഷേ ഇന്ത്യ രാജ്യത്തെ പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണിയിൽ ഭാഗഭാക്കായിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ആ സാഹചര്യം തന്നെയാണ് അടിയന്തരാവസ്ഥയിൽ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കണം. അന്ന് ശ്രീമതി ഗാന്ധിയെ റായ്ബറേലിയിലും സഞ്ജയ് ഗാന്ധിയെ അമേഠിയിലും വലിച്ചു താഴത്തിട്ടതും കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയതും ഇന്ത്യ രാജ്യത്തെ കർഷകരും ദരിദ്രരും ഇടത്തരക്കാരും ദളിതരും ന്യൂനപക്ഷങ്ങളുമായിരുന്നു. അതേ സന്ദർഭം തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. നരേന്ദ്രമോദിയുടെ കിരാതമായ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ പങ്ക് വഹിച്ചത് ഇന്ത്യൻ കർഷകരെയാണ്. കർഷകരെ സമരത്തെ മുഴുവൻ അടിച്ചമർത്തി, ക്രൂരമായി അടിച്ചമർത്താൻ ശ്രമിച്ചു. അതിനെതിരായി ധീരമായി പോരാടിക്കൊണ്ടവർ മുന്നോട്ട് പോയി. എവിടെയെല്ലാം കർഷക സമരം ശക്തി പ്രാപിച്ചുവോ അവിടെയെല്ലാം ഇന്ത്യ മുന്നണി വിജയിച്ചതായി കാണാം. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, പടിഞ്ഞാറൻ UP ഈ മേഖലകളിലാണ് ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും ഉജ്ജ്വലമായ വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. BJPയും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടിയ ഗുജറാത്ത്, നേർക്കുനേർ ഏറ്റുമുട്ടിയ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, എന്തിന് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക, ഇവിടങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് പരാജയപ്പെടുകയാണ് ചെയ്തത്. BJPയെ നേരിടാൻ കെപ്പുള്ള പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി തെളിയിക്കുകയുണ്ടായി. ഈ രൂപത്തിൽ നല്ല നിലയിൽ ഇന്ത്യ രാജ്യത്തെ കർഷകർ പ്രതികരിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ അവസ്ഥ ഉണ്ടായത്. ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ്, ഉൽപാദന ചെലവിന്റെ വർധനവ്,
കടക്കെണിയിൽ കുടുങ്ങിയ കൃഷിക്കാർ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മഹത്യയിലേക്ക് പോകുന്ന ചിത്രം നമ്മൾ കണ്ടു. 2012-13 വർഷത്തിൽ ഇന്ത്യ രാജ്യത്തെ കാർഷികോൽപാദന രംഗം 9.4% ഉയർന്നു. എന്നാൽ 23-24 വളർച്ചാ നിരക്ക് 3.7% താണു. മാത്രമല്ല, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട്, പണ്ട് കോൺഗ്രസുകാർ ഭരണത്ത് വെച്ച റിപ്പോർട്ട് മോഡിയുടെ കാലത്ത് തട്ടിയെടുത്ത് ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. ആ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടും നടപ്പിലാക്കില്ല എന്ന അവസ്ഥ വന്നപ്പോഴാണ് മറ്റൊരു ഗതിയുമില്ലാതെ കൃഷിക്കാർ സമരാങ്കണത്തിൽ ഇറങ്ങിയത് എന്ന് നാം കാണേണ്ടതാണ്. ഭീകരമായ അടിച്ചമർത്തലിനെയാണ് അവർ നേരിടേണ്ടി വന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഈ രൂപത്തിൽ BJPക്കെതിരായി ഉജ്ജ്വലമായ പോരാട്ടം നടത്തിക്കൊണ്ട് കർഷകർ മുന്നോട്ട് പോയ പ്രദേശങ്ങളിൽ മുഴുവനും ജനാധിപത്യ പ്രസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാനും ഉയർന്നു നിൽക്കാനും കഴിഞ്ഞു എന്നതാണ് വസ്തുത. കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന കർഷക വിരുദ്ധ ജനവിരുദ്ധ നിലപാടുകൾക്ക് ബദൽ നയം തീർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാരാണ് ഈ കേരളത്തിലുള്ളത് എന്നത് അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുകയാണ്. ബദൽ കാർഷിക നയരേഖയാണ് നേരത്തെ ഈ സഭയിൽ അവതരിപ്പിച്ച ബജറ്റ് എന്നത് അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. കേരളം നാളികേരത്തിന്റെ നാടാണ്. നാളികേര ഉൽപാദന രംഗത്ത് ഒരു ഘട്ടത്തിൽ വലിയ രൂപത്തിലുള്ള സ്ഥാനം കേരളത്തിലുണ്ടായിരുന്നു. ഇന്ത്യ രാജ്യത്ത് ഉൽപാദന രംഗത്തും ഉൽപാദനക്ഷമതയിലുമെല്ലാം തന്നെ കേരളമായിരുന്നു മുന്നിൽ. ഇന്ന് നമ്മൾ വളരെ പുറകോട്ട് പോയിരിക്കുന്നു. ഇതാണ് വസ്തുത. കേരളത്തിൽ, നാളികേരത്തിന്റെ നാടായ കേരളത്തിൽ എന്റെ സമയം പോകുമെന്നതുകൊണ്ട് വിയറ്റ്നാമിൽ നിന്ന് കുരുമുളകും ഇപ്പോൾ അടയ്ക്ക ബർമയിൽ നിന്ന് ഇറക്കുന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കാർഷിക മേഖല ഇത്രയും തകർച്ചയെത്തിയത്. കോൺഗ്രസ് ആവിഷ്കരിച്ച പുത്തൻ സാമ്പത്തിക നയവും ഇറക്കുമതി നയവുമാണ് നാളികേരമായാലും റബ്ബറായാലും ഇതിൻ്റെ എല്ലാം വിലത്തകർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ വിപണിയിൽ മുഴുവനും ഇതുപോലുള്ള ഉൽപ്പന്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. കേരളത്തിലെ നാളികേരത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ശാസ്ത്രീയമായ കൃഷി രീതി ആരംഭിക്കണം. ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, കേരളത്തിൽ ശാസ്ത്രീയമായ തെങ്ങ് കൃഷിയില്ല എന്നതാണ് വസ്തുത. അവിടെ ബഹുമാന്യനായ മന്ത്രി കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിന്റെ പ്രദേശത്ത് ഇക്കാര്യം നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മണ്ണ് പരിശോധന നടത്തി ശാസ്ത്രീയമായ വളപ്രയോഗം നടത്തുകയും ഡ്രിപ്പ് ഇറിഗേഷൻ എങ്കിലും നടപ്പിലാക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇന്നത്തെ നാളികേര ഉൽപാദനം ഇരട്ടിയാക്കി മാറ്റാൻ കഴിയും എന്നത് വസ്തുതയാണ്. ബഹുമാന്യനായ കൃഷിവകുപ്പ് മന്ത്രി അത്തരമൊരു പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. മണ്ണ് ആരോഗ്യ കാർഡ് അതിന്റെ ഭാഗമാണ്. 2023-24 1,65,088 കാർഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ 42 ലക്ഷം കൃഷിക്കാരുണ്ട്. ജില്ലാ അടിസ്ഥാനത്തിലുള്ള മണ്ണ് പരിശോധനാ കേന്ദ്രങ്ങൾ അപര്യാപ്തമാണ്. താലൂക്ക് അടിസ്ഥാനത്തിൽ മണ്ണ് പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് സമയബന്ധിതമായി എല്ലാവർക്കും മണ്ണ് ആരോഗ്യ സംവിധാനങ്ങൾ കാർഡ് നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. സർ, ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഗുണനിലവാരമുള്ള ഏറ്റവും നല്ല നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിൽ നിന്നാണ് കഴിഞ്ഞ 65 വർഷക്കാലമായി വിത്ത് നാളികേരം സ്വീകരിക്കുന്നത്. കുറ്റ്യാടി തേങ്ങ ഈ എണ്ണയുടെയും അതുപോലെ എണ്ണയുടെ അംശത്തിലും തൂക്കത്തിലും ഏറ്റവും മെച്ചപ്പെട്ടതാണ്. ഇന്ന് ആ വിത്ത് നാളികേര മേഖല മുഴുവനും ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. രോഗബാധ, കീടബാധ, തെങ്ങുകയറ്റ തൊഴിലാളികളെ വേണ്ടത്ര കിട്ടാത്ത പ്രശ്നം, വിലയിടിവ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ളത്. വില നിലവാരം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ അടിസ്ഥാന വില 32-ൽ നിന്ന് 34 വർദ്ധിപ്പിച്ചു. വളരെ സ്വാഗതാർഹമായ നടപടിയാണ്. നാഫെഡ് ഇവിടെ ഏജൻസിയായി തീരുമാനിച്ചെന്ന് കേരഫെഡിനെയായിരുന്നു. കേരഫെഡും 912 അംഗങ്ങളും ചേർന്നുകൊണ്ടാണ് കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് മുഴുവനും ആ സംഭരണ പരിപാടി നേരത്തെ നടത്തിയിരുന്നത്. ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, നാഫെഡ് കേരഫെഡിനെ കൊപ്ര ശേഖരിക്കുന്ന സ്ഥാപനം എന്നുള്ള രൂപത്തിൽ ഒഴിവാക്കി. കേന്ദ്രത്തിന്റെ ഈ ദ്രോഹ നടപടികളൊന്നും കാണാൻ അപ്പുറത്തുള്ളവർ തയ്യാറല്ല. അവർ LDF സർക്കാരിനെ കുറ്റം പറയലാണ് അവർക്ക് വിനോദം. യഥാർത്ഥത്തിൽ കേന്ദ്രത്തിന്റെ ദ്രോഹ നടപടികളുടെ ഫലമായിട്ടാണ് ഇവിടെ ഇത്തരത്തിൽ നാളികേരത്തിന്റെ വിലയിടിവും സംഭരണം ഫലപ്രദമായി നടപ്പിലാക്കാനും കഴിയാതെ പോയത് എന്ന വസ്തുതയുണ്ട്. തകർന്നുകൊണ്ടിരിക്കുന്ന വിത്ത് നാളികേര മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് വിനയപൂർവ്വം എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണക്കുന്നു.